ശ്രീ വർഷയുടെ അരങ്ങേറ്റത്തിൻ്റെ ഇൻവിറ്റേഷനാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട്. വർഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ MOP വൈഷ്ണവിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനും പഠിക്കുകയാണ് വർഷ ഇപ്പോൾ. ഭരതനാട്യത്തിൽ B ഗ്രേഡ് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ വർഷ ഇന്ന് പത്മശ്രീ ശ്രീ ചിത്ര വിശ്വേശ്വരൻ്റെ കീഴിലുള്ള ചിദംബരം അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സിലാണ് ഹയർ സ്റ്റഡീസ് പഠിക്കുന്നത്. വർഷ ഇന്നിവിടെ 6 ഐറ്റംസാണ് പെർഫോം ചെയ്യുന്നത്. അളരിപ്പ്, ജതിസ്വരം, വർണ്ണം നാട്ടക്കുറിഞ്ചിയിൽ രാഗത്തിൽ 30 മിനിറ്റുള്ള പെർഫോമൻസ്. താളം തെറ്റാതെ, ചുവട് പിഴയ്ക്കാതെ, അതേ എനർജിയോടുകൂടി, അതേ പവറോടുകൂടി ആടി തകർത്തു. സത്യം പറഞ്ഞാൽ മുമ്പിലിരിക്കുന്ന ഗുരു ചിത്ര വിശ്വേശ്വരൻ പോലും കൈയടിച്ചു. ഇതെന്തിനാണ് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. നാട്ടക്കുറിഞ്ചി രാഗത്തിലുള്ള വർണ്ണം കഴിഞ്ഞാൽ പിന്നെ ദേവഗാന്ധാരി രാഗത്തിൽ ദേവിയെക്കുറിച്ചും പിന്നെ ഗോവർദ്ധനഗിരിധാരയും തില്ലാനയും എല്ലാം ആടി തകർത്തു. ഏകദേശം ഒരു 2 മണിക്കൂർ പെർഫോമൻസ് ഉണ്ടായിരുന്നു വർഷയുടേത്. ഒരു വലിയ ഡാൻസറാവാൻ ഞാൻ ആശംസിക്കുന്നു. ഇനി ഞാൻ അരങ്ങേറ്റം എന്താണ് എന്ന് പറയാം. അതിനു മുമ്പ് നമ്മുടെ ചിത്ര വിശ്വേശ്വരൻ, അതായത് പത്മശ്രീ ചിത്ര വിശ്വേശ്വരൻ നമ്മുടെ ആക്ട്രസ് ശോഭനയുടെയും കൂടെ ഗുരുവാണ്. അവരെ നേരിൽ കാണാൻ പറ്റി എനിക്ക്. മാത്രമല്ല നമസ്കാരവും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. വർഷയുടെ പേരൻസ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഈറനണിയിക്കുന്ന വാക്കുകളായിരുന്നു അവരുടേത്. അവർ പറഞ്ഞു, ഒരുപാട് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥയാണ് ഇന്നിവിടെ നടന്നതെന്ന്. കാരണം ഏതൊരു മകളുടെ സ്വപ്നമാണ് അവരുടെ അമ്മയുടെയും. സ്വപ്നം ഏതുമാകട്ടെ അത് നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ കടമ. അവരും വർഷയുടെ കൂടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ് ടു ദ പാരൻസ് ടു. ഇതിൽ പറയേണ്ട ഒരു കാര്യം, നടനം എന്നുള്ളത് അല്ലെങ്കിൽ കല എന്നുള്ളത് ഒരു ഉപാസനയാണ്. ഈ ഒരു അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ ഇടയിൽ ഞാൻ ചേർത്തുന്നു, നമുക്ക് നല്ല അടിപൊളി ബുഫേ ഉണ്ടായിരുന്നു കേട്ടോ. ഡിന്നറായിട്ട് സൂപ്പ് തൊട്ട് സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഐസ്ക്രീം, ജ്യൂസസ്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഒരു കല്യാണം നടത്തുന്ന പോലെയാണ് ഇവിടെയുള്ളവർ അരങ്ങേറ്റം നടത്തുന്നത്. ഒരുപാട് പൈസയും അതിന് ചിലവ് വരുന്നുണ്ട്. ഈ സംസാരിക്കുന്നത് വർഷയുടെ അമ്മയാണ്. കൂടെ നിൽക്കുന്നത് അച്ഛനും ചീഫ് ഗസ്റ്റും. എക്സ്ട്രീം റൈറ്റിൽ നിൽക്കുന്നതാണ് പ്രാചാര്യ സ്മിത്ത് സുകന്യ രവീന്ദർ. അവരാണ് ചിത്ര വിശ്വേശ്വരൻ മാഡത്തിൻ്റെ വലം കൈ എന്ന് തന്നെ പറയാം. ഇനി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം. അരങ്ങേറ്റം എന്ന് പറയുന്നത് എന്താണ്? പത്മശ്രീ ശ്രീ ചിത്ര വിശ്വേശ്വരൻ്റെ ഈ പഴയ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് വെച്ച് തന്നെ ഞാൻ പറയുകയാണ്. ഒരു ഭരതനാട്യ നർത്തകിയുടെ അരങ്ങേറ്റം പ്രകടനത്തിൻ്റെ ഔപചാരികമായ ആഘോഷമാണ് അരങ്ങേറ്റം ചടങ്ങ്. നർത്തകിയുടെ കഴിവുകൾ, അർപ്പണബോധം, കഠിനാധ്വാനം എന്നിവയുടെ ഒരു പ്രദർശനമാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്. നൃത്തത്തിലെ സാങ്കേതികമായ അറിവും കഴിവും ഗുരു അംഗീകരിച്ച് വേദിയിൽ അവതരിപ്പിക്കാൻ പ്രാപ്തയായി എന്ന് തെളിയിക്കുന്ന ഈ ചടങ്ങ് നൃത്തയാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഇത് സാധാരണയായി 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ 2-2.5 മണിക്കൂറുകൾ കൊണ്ട് വർഷ ആടി തകർത്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു താൻ പ്രാപ്തിയാണ് എന്നുള്ളത്. ചിത്ര വിശ്വേശ്വര മേഡം അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. ഇനി അരങ്ങേറ്റത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ. അർത്ഥം, അതായത് ആ സ്റ്റേജിലേക്ക് എത്തുന്നതിൻ്റെ ആ ഒരു അർത്ഥം. ഗുരുവന്ദനം, അതായത് പ്രകടനത്തിന് മുമ്പ് ഗുരുവന്ദനം നടത്തുന്നു. ക്രമീകരണം, പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അലരിപ്പ്, ആരാധന, ജതിസ്വരം, ശബ്ദം, വർണ്ണം, പദം, തില്ലാന, മംഗളം എന്നീ ക്രമത്തിലാണ് നൃത്തങ്ങൾ പൊതുവെ അവതരിപ്പിക്കുന്നത്. വേഷവിധാനം, അതായത് പരമ്പരാഗതമായ ഭരതനാട്യം വേഷവും ആഭരണങ്ങളും ധരിച്ചാണ് നർത്തകി വേദിയിൽ എത്തുന്നത്. പിന്നെ പ്രാധാന്യം വരുന്നത് നൃത്തത്തോടുള്ള സമർപ്പണവും കഠിനാധ്വാനത്തെയും ഇത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. വർഷ 4 വയസ്സ് മുതൽ കൊണ്ട് പഠിക്കാൻ തുടങ്ങിയതാണ് ഭരതനാട്യം. പക്ഷേ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ആ കുട്ടി ഇതുവരെ അരങ്ങേറ്റം നടത്താതെ താൻ പ്രാപ്തയായി എന്ന് സ്വയം തോന്നുന്നവരെയും അല്ലെങ്കിൽ ഗുരു തോന്നിപ്പിക്കുന്നത് വരെയും ആ കുട്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഗംഭീര പെർഫോമൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അവിടെ അതവർ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചതും. ചെറിയൊരു ട്രാൻസ്ലേഷൻ ചെയ്തോട്ടെ. An അരങ്ങേറ്റം is significant in the life of Bharatanatyam dancer as it marks the end of their training and the beginning of their career. It is a showcase of the dancer's skills and the culmination of years of hard work and dedication. ഇതിൽ എടുത്തു പറയേണ്ടത് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എന്നാണ്. നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. ഇത്രയും വർഷങ്ങളുടെ പ്രാക്ടീസും സാക്രിഫൈസും മെഡിറ്റേഷനും എല്ലാം കൂടെ ഉള്ള ഒരു പവർ പാക്ഡ് പെർഫോമൻസാണ് വർഷ ഇവിടെ പെർഫോം ചെയ്തത്. அடிப்படையாக வச்சு தான் நம்ம கலாச்சாரமே இருக்குது. ஸோ அது இந்த காலகட்டத்தில் கொஞ்சம் அப்படி தழுவி போயின்னு. ஆனால் நம்ம எல்லோரும் இதை மனசில் அப்படியே பிடிச்சிக்கணும். தவம் வரம் 2 very unique words spoken with such precision and such focus. அது எல்லாரும் மனசில் எடுத்துட்டு எப்பவுமே கலை கலைஞரோட பெருசு தான். அதுக்கு நாங்கள் தலை வணங்கி தான் நாங்கள் சேவை பண்ணோம். அது எங்களுக்கு இறைவன் கொடுத்த வரம்.
நன்றி. அப்பா அம்மாவோட ஒத்துழைப்பு நிறைய இருந்தது. அது இல்லைன்னா ஒவ்வொரு அப்பா அம்மாவும் ஞாபகம் வச்சும்போது குழந்தைகளுக்கு சப்போர்ட் அப்பா அம்மா பிறந்தவர்கள், அதாவது தாயார் தரப்புனா குடும்பமே ஒத்து உழைச்சா நிறைய மேலுக்கு வரலாம். அஃப்கோர்ஸ் கான்ஃப்ளிக்ஸ் இருக்கலாம், ஆர்கியூமெண்ட்ஸ் இருக்கலாம், அதான் பரவாயில்ல. ஆனால் அதுக்கும் மீறி ஒன்று இருக்கு இல்லையா, அது ரொம்பவா ஒத்து உழைச்சா நாங்கள் எவ்வளோ திட்டினாலும் தப்பாக நினச்சிக்க மாட்டேன். ஏன்னா எதையும் சொல்கிறது குழந்தைக்கு அந்த குழந்தையோட நன்மைக்காக தான் சொல்கிறோம். அவள் நல்ல பேர் வாங்கினா அது அவளுக்கு சேரும், அவள் மூளை எங்களுக்கு சேரும். മേഡം പറഞ്ഞത് അതാണ്. തവം വരം വരം തവം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് പതിച്ചു വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് നമ്മൾ സാക്രിഫൈ ചെയ്യുക, നമ്മൾ മെഡിറ്റേഷൻ, സ്പിരിച്വൽ പവർ, സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ്, ഇതാണ് ബ്ലെസ്സിങ്സ്. നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും കല എന്നുള്ളത് വരദാനമാണ്. അത് വെറുതെ തമാശ കളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പെർഫോമൻസിലൂടെ മറ്റുള്ളവരെ കൊണ്ട് പരിഹസിപ്പിക്കാനോ പാടില്ല. നമ്മൾ ഒരു പെർഫോമൻസ് എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം നമ്മൾ പ്രാപ്തനായി എന്നുള്ള ഒരു തോന്നൽ വരണം. അല്ലെങ്കിൽ നമ്മുടെ ഗുരു നമ്മളോട് യു ആർ എലിജിബിൾ എന്ന് പറയുന്നത് വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ് എന്ന്. എനിക്കറിയുന്ന ഒരു കുട്ടി ഭരതനാട്യത്തിൻ്റെ ഒരു സെക്ഷൻ പഠിച്ചു കഴിഞ്ഞു, അരങ്ങേറ്റത്തിന് എലിജിബിളായിട്ടുമുണ്ട്. പക്ഷേ ഫിനാൻഷ്യലി അവർക്ക് നടത്താനുള്ള കഴിവില്ല. ആയതിനാൽ ഫിനാൻഷ്യൽ എപ്പോൾ വരും അപ്പം നടത്താം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് പേര് എലിജിബിളായിട്ടും ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് അരങ്ങേറ്റം നടത്താൻ പറ്റാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ കയ്യിൽ പണമുള്ളവർ പ്രാക്ടീസ് ഒന്നുമില്ലാതെ തൻ്റെ ആഗ്രഹത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനോ വേണ്ടി ഒരു സ്റ്റേജിൽ വന്നിട്ട് നൃത്തമാടുന്നത് ഈയിടെയായിട്ട് ഞാൻ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. എത്ര പണമുണ്ടെങ്കിലും നമുക്ക് കലയുടെ അടുത്ത് അത് കാണിക്കാൻ പറ്റില്ല. കാരണം സദസ്സിലിരിക്കുന്നവർ, അതായത് രസികാസ്, അവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇതിനെപ്പറ്റി അറിയില്ല എന്ന് വിചാരിക്കരുത്. അറിയില്ലെങ്കിലും ആസ്വാദന ശക്തിയെങ്കിലും ഓരോരുത്തർക്കും ഉണ്ടാകും. തെറ്റ് കണ്ടാൽ, ചുവട് പിഴച്ചാൽ അല്ലെങ്കിൽ ശ്രുതി തെറ്റിയാൽ മനസ്സിലാകുന്നവരാണ് ഓരോരുത്തരും. അവിടെയാണ് അതിൻ്റെ ബ്യൂട്ടി പോകുന്നത്. എനിവേ, ഞാൻ പത്മശ്രീ ചിത്ര വിശ്വേശ്വരൻ്റെ കൂടെ ഫോട്ടോ എടുത്തതാണ് ഈ കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.